രാഷ്ട്രീയ ഭീരുവായ ഒരു മുഖ്യമന്ത്രി ഇല്ല. ഇവിടെ ഇപ്പോൾ ആകെ വേണ്ടത് അദ്ദേഹത്തെ ഇങ്ങനെ വാഴ്ത്തുപാട്ട് നടത്തുന്ന കാര്യം മാത്രമേ വരാവൂ. വേറെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്. ഓരോ പത്രസമ്മേളനത്തിൽ ഓരോന്നല്ലേ പറഞ്ഞത്. മുഖ്യമന്ത്രി വി ഡി സതീശനോടുള്ള സ്നേഹം കണ്ട് കണ്ണുകടി മൂത്ത് സമനില തെറ്റി റിയാസക്ക് ഇങ്ങനെ എന്തൊക്കെയോ പിച്ചും പേയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ വെച്ചുതരാം. അപ്പം മുഹമ്മദ് റിയാസക്കായെ ഇഷ്ടമല്ലാത്ത ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ എല്ലാവരും ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഫോളോ ചെയ്യണം. എന്നാൽ മാത്രമേ അടുത്ത വീഡിയോസ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിത്തുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പം വി ഡി സതീശനോട് ജനങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഇഷ്ടങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് അപ്പം റിയാസൊക്കെ ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ഡി സതീശൻ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തെങ്ങിന്മേ കയറിയ വീഡിയോ ഒന്നും മെറ്റ കണ്ടില്ലേ? അല്ല, പിള്ളേരൊരു വൈറലായൊരു റീലുണ്ടല്ലോ. അപ്പോൾ ആ റീൽ ഡിലീറ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് മുഹമ്മദ് റിയാസ് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാനോട് വെച്ച് തരാം. അതിനുശേഷം ശീതള് മുഹമ്മദ് റിയാസിക്കാർക്ക് ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഞാൻ വെച്ച് തരാം. അപ്പം തെങ്ങിന്മേ കയറിയ കഥയൊക്കെ റിയാസിക്ക ഇങ്ങനെ വന്ന് സമനില തെറ്റി അസൂയ മൂത്ത് ഇല്ല പ്രാന്താവും എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ എന്തെങ്ങാണ്ടേയൊക്കെ വന്ന് വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കേ. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം, അതുപോലെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണേ. അത് പരിശോധിക്കേണ്ട കാര്യമാണ്. ഇത് ആർക്കോ ഇതൊക്കെ പൊള്ളുന്നുണ്ട്. എന്തൊരു വൈറലായിരുന്നു അറിയില്ല. ഞാനും അതിൻ്റെ അടിയിൽ കമൻ്റ് അടിച്ചു. ലാൽ സലാം സഖാക്കൾ എൻ്റെ കുട്ടികൾ ഇപ്പോൾ കാണുന്നത് അത് റിമൂവ് ചെയ്തെന്നാണ്. ഇങ്ങനെയാണെങ്കിൽ എന്താവും സ്ഥിതി നാട്ടിലെ സ്ഥിതി? ഞാനതാന്ന് പറഞ്ഞു. ഇത്ര വലിയ രാഷ്ട്രീയ ഭീരുവായ ഒരു മുഖ്യമന്ത്രി ഇല്ല. ഇവിടെ ഇപ്പോൾ ആകെ വേണ്ടത് അദ്ദേഹത്തെ ഇങ്ങനെ വാഴ്ത്തുപാട്ട് നടത്തുന്ന കാര്യം മാത്രമേ വരാവൂ. വേറെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്. ഓരോ പത്രസമ്മേളനത്തിൽ ഓരോന്നല്ലേ പറഞ്ഞത്. MDMA കേസിലെ പ്രതിനെ ആദ്യമായിട്ട് പരിചയപ്പെട്ടത് നവകേരള സദസ്സിനാന്ന് പറഞ്ഞു. അതിന് മുമ്പുള്ള ഫോട്ടോയും വീഡിയോ ഒക്കെ ഇറങ്ങി. മിണ്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ജനാധിപത്യത്തെ തകർക്കാനുള്ള നിലപാട് സ്വീകരിച്ച് മുഖ്യമന്ത്രി പോയാൽ അത് അനുവദിക്കില്ല. ഇതിന് മാത്രം ഒരു അൽഗോരിതം പ്രശ്നം. വി ഡി സതീശൻ്റെ 4 ടൈപ്പ് വീഡിയോ ഇങ്ങനെ കറന്ന് പറക്കുണ്ടല്ലോ. അതിനൊന്നും അൽഗോരിതം ഇല്ലേ? മെറ്റല്ലേ? വി ഡി സതീശൻ മുമ്പിൽ നിൽക്കുന്ന ആളെ തട്ടി മാറ്റിയിട്ട് ക്യാമറ കണക്ട് ചെയ്യുന്നത് മെറ്റ കണ്ടില്ലേ? 14-ാം വയസ്സിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്ന് തെങ്ങുമ്മ കയറിയ കഥ മെറ്റ കണ്ടില്ലേ? ഇത് മാത്രം എന്താ മെറ്റ കാണുന്നത്? അപ്പം ഇതൊക്കെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയില്ലേ? സംശയമല്ലേ? ഓക്കെ, റിയാസിക്കാർക്ക് ഇവിടെ സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുട്ടികളിട്ട റീലുണ്ടല്ലോ, ആ റീൽസിൻ്റെ അടിയിൽ റിയാസിക്ക ഒന്ന് കമൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു, ലാൽ സഖാം സഖാക്കളേന്ന്. അപ്പോൾ ആ കമൻറ്റ് നഷ്ടമായതിലുള്ള വിഷമമാണ്, അല്ലാതെ വീഡിയോ ഡിലീറ്റ് ആയതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വിഷമമല്ല. ആ കമൻറ്റ് കാണുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇവിടെ റിയാസിക്കാർക്ക് നഷ്ടം. എൻ്റെ പൊന്നോ റിയാസിക്ക, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ. ഇവിടെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 1 മണിക്കൂറിൽ 19 മില്യൺ കണ്ട ആളുകൾ ഹലോ ഫ്രണ്ട്സ് വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ വരെ മെറ്റ നീക്കം ചെയ്തിട്ടുണ്ട്. പിന്നെയാണോ ഇവിടുത്തെ ഈ ഒരു വീഡിയോ? അപ്പോൾ അതാര് ചെയ്യിപ്പിച്ചാണ്? ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ വരെ. അപ്പം അത്രയും പിടിപാട് എന്തായാലും വി ഡി സതീശന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് കാണുമോ റിയാസിക്ക? അപ്പം ഇങ്ങനെ കുരു പൊട്ടിയിട്ട് വന്നിരുന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പിച്ചും പെയ്യും വിളിച്ച് പോകുന്നതിന് മുമ്പേ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആലോചിക്കുക കേട്ടോ. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഒന്ന് എന്തായാലും ഒരു തിരിച്ചു വരവിനുള്ളൊരു ഇതൊന്നും ഞാൻ കാണുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും ശീതള് നമ്മുടെ റിയാസിക്കാർക്ക് കുറച്ച് മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടുപോകേ. നമസ്കാരം. അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം മ്യാമന്റെ സ്വന്തം മരുമകൻ കവലപ്രസംഗം നടത്താൻ ഒരു മൈക്കിന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. സാധാരണ ഏപ്രിൽ 1 വെട്ടി ദിനമാണെങ്കിൽ കേരളത്തിന് ഇനി എല്ലാ ബുധനാഴ്ചയും നുണദിനമാണ്. ഇജ്ജ് പറയുന്നത് എനിക്ക് കേൾക്കണ്ടേന്നും പറഞ്ഞത് ആ മൈക്ക് വരെ തല താഴ്ത്തി. അപ്പൊ പറഞ്ഞു വന്നത്, എല്ലാ ബുധനാഴ്ചയും കേരളം ഇപ്പോൾ നുണ ദിവസം ആഘോഷിക്കുകയാണ് എന്നതാണ്. അതായത് മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ വാർത്താ സമ്മേളനം നടത്തുന്ന കാര്യമാണ് റിയാസിക്ക ഉദ്ദേശിച്ചത്. ആഴ്ചയിൽ 1 ദിവസം മാത്രമല്ലേ വി ഡി സതീശൻ കാര്യങ്ങൾ വിശദീകരിക്കാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നുള്ളൂ. നാട് ദുരിതത്തിൽ മുങ്ങിയ സമയത്ത്, മുങ്ങിത്താണുകൊണ്ടിരുന്ന സമയത്ത് അതൊരവസരമായി കണക്കാക്കി എല്ലാ ദിവസവും കൃത്യം 6 മണിക്ക് വന്നിരുന്നു മെഴുകിയിരുന്ന ഒരു മുൻ മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നല്ലോ. പുള്ളിയുടെ വാർത്താ സമ്മേളനത്തിന്റെ ബലത്തിലാണ് കേരളം പിടിച്ചു നിന്ന് പോയത് എന്നൊക്കെയാണ് പിന്നീട് അടിമകളുടെ വാഴ്ത്തുപാട്ടിലൂടെ അറിയാൻ സാധിച്ചത്. മന്ത്രിസഭാ യോഗ തീരുമാനങ്ങളെപ്പറ്റി കൃത്യമായിട്ടുള്ള ധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ എല്ലാ ബുധനാഴ്ചയും ശ്രീ വി ഡി സതീശൻ വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഇക്കയ്ക്കും സംഘത്തിനും ഒട്ടും അങ്ങോട്ട് സഹിക്കുന്നില്ല എന്ന് തോന്നുന്നു.
സ്വാഭാവികമാണ്. കാര്യം മന്ത്രിസ്ഥാനവും അധികാരവും പോയി സമനില തെറ്റി നടക്കുകയല്ലേ. ഇങ്ങനെയൊക്കെ പുലമ്പിയില്ലെങ്കിലേ അതിശയമുള്ളൂ. ഏപ്രിൽ ഫുൾ കൊല്ലത്തിൽ ഒരിക്കലാണ് കിട്ടുന്നതെങ്കിൽ മലയാളിക്ക് സൗഭാഗ്യം വന്നിരിക്കുകയാണ്. ഒരു കൊല്ലത്തിൽ 48 നുണദിനങ്ങൾ. പണ്ടൊരു കൊല്ലം 365 ദിവസവും തള്ളു ദിനങ്ങളായിരുന്നല്ലോ. അതുകൊണ്ട് വിഡ്ഢിദിനവും നുണദിനവും ഒക്കെ അവിടെ നിൽക്കട്ടേക്ക. നിങ്ങൾ ഒരു തിരിച്ചുവരവിനുള്ള ശ്രമമല്ലേ നടത്തുന്നത്? അതിങ്ങനെയല്ല ചെയ്യേണ്ടത്. കഴിഞ്ഞ 10 കൊല്ലം നിങ്ങൾ നാടിന് ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഞങ്ങളൊന്ന് കേൾക്കട്ടെ. പ്രതിപക്ഷ നേതാവ് കോട്ടുവായിട്ടതും ഉണ്ടതും ഉറങ്ങിയതും കക്കൂസി പോയതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മൈക്ക് കെട്ടി ഇങ്ങനെ നിന്ന് പ്രസംഗിച്ചാൽ പ്രതിപക്ഷമാകില്ല മിസ്റ്റർ. ജനങ്ങൾ നിങ്ങളെ ഒന്നുകൂടി കൂടുതൽ വെറുക്കത്തതേ ഉള്ളൂ. വി.ഡി. സതീശൻ നുണ പറയുന്നു എന്ന് ഓരോ ഇടതുപക്ഷ നേതാക്കളും മാറി മാറി എല്ലാ ദിവസവും ഓരോ സ്റ്റേജിൽ കയറി നിന്ന് നുണ പറഞ്ഞാൽ അത് നാട്ടുകാർ വിശ്വസിക്കുവോ? എന്താ സംഭവിക്കുന്നത് എന്ന് കണ്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും നാട്ടുകാർക്കില്ലേ? ആരാണ് കള്ളങ്ങളിലൂടെ ഇവിടെ കൊട്ടാരം തന്നെ പണിതതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? വി.ഡി. സതീശൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചത് കേരളത്തിലാണ്. 14-ാം വയസ്സിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്നപ്പോൾ ആ കാണുന്ന തെങ്ങിന്റെ മുകളിൽ ഞാൻ കയറി. സത്യത്തിൽ കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. വേറെ ഒന്നും നിങ്ങൾക്ക് വിമർശിക്കാനില്ലേ മനുഷ്യ? വി.ഡി. സതീശൻ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു വന്ന വഴി 14-ാം വയസ്സിൽ തെങ്ങിൽ കയറിയ കഥയൊക്കെ പറഞ്ഞു. 16 ചിലപ്പോൾ 14 പോയതായിരിക്കും. സൂക്ഷ്മദർശിനി ഉപയോഗിച്ച് നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുക. ഇന്ന് എന്ത് മുഖ്യമന്ത്രിയുടെ വായിന്ന് പിടിച്ചെടുക്കാം, അങ്ങനെ പിടിച്ചെടുത്ത് പ്രസംഗിക്കാമെന്ന്. അമ്മായിയപ്പൻ തുരുമ്പിച്ച വാളിനിടയിൽ കൂടി നടന്ന കഥ പറഞ്ഞപ്പോഴും റൊട്ടിയും വെള്ളവും കുടിച്ചു വിശപ്പടക്കിയ കഥ മെനഞ്ഞപ്പോഴും ഇത് കേരളമാണോ യൂറോപ്പാണോ എന്ന് മനസ്സിലാകാതെ അന്താളിച്ചു നിന്ന കുട്ടിയുടെ സാങ്കല്പിക കഥ തള്ളിയപ്പോഴും കണ്ണിൽപ്പെടുന്ന നാട്ടുകാരോടെല്ലാം ധാർഷ്ട്യത്തോടെ പെരുമാറിയപ്പോഴും പ്രസംഗം കേട്ട് സംശയം ചോദിക്കാൻ എഴുന്നേറ്റ് നിന്ന ഒരാളോട് വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞപ്പോഴും ഒരു മുഖ്യമന്ത്രി കസേരയിലിരുന്ന് പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറഞ്ഞപ്പോഴും പ്രിയ മരുമകൻ റിയാസിന്റെ വായിൽ രസകദളിപ്പഴം തിരികിയതിനാൽ ഒന്നും പറയാൻ പറ്റിയില്ല എന്ന് ഞങ്ങളിപ്പോൾ തിരിച്ചറിയുന്നു. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്. വി.ഡി. സതീശന്റെ വാർത്താ സമ്മേളനങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എല്ലാവരും നിരീക്ഷിക്കുന്നുണ്ട്. വി.ഡി. സതീശൻ എവിടെ പ്രസംഗിച്ചാലും ഓരോ അക്ഷരവും കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കേട്ട് എഴുതി വെച്ച് നിങ്ങൾ വായിക്കുന്നുണ്ട്. ഇങ്ങനെ മൈക്ക് കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സംസാരിക്കണ്ടേ അല്ലേക്കാ? 14-ാം വയസ്സിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്ന് തെങ്ങുമക്കാരി ഒരു മുഖ്യമന്ത്രി 14-ാം വയസ്സിലോ 16-ാം വയസ്സിലോ 20-ാം വയസ്സിലോ പ്രീ ഡിഗ്രിക്ക് ചേർന്ന് തെങ്ങിൽ കയറിയതൊക്കെ അവിടെ ഇരിക്കട്ടിക്ക. അതൊന്നും ഇപ്പോൾ കേരളത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു വിഷയമല്ലല്ലോ. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വേറെ വിഷയങ്ങളൊന്നും വിമർശിക്കാൻ കിട്ടുന്നില്ല എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. മുഖ്യമന്ത്രി മീൻ്റെ മുള്ളു കളയാതെ അത് വിഴുങ്ങി, പഴവിട്ടിളക്കാതെ പുട്ട് കഴിച്ച്, മുണ്ട് മടക്കി കുത്തിയപ്പോൾ കാല് കണ്ട്, ഇതൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. 9-ാം വയസ്സിൽ മുതലേ പിടിച്ച പ്രധാനമന്ത്രിയും 14-ാം വയസ്സിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്ന് തെങ്ങുമേൽ ഒരു മുഖ്യമന്ത്രിയും 9-ാം വയസ്സിൽ മുതലേ പിടിച്ച പ്രധാനമന്ത്രിയും 14-ാം വയസ്സിൽ തെങ്ങുമേൽ കയറിയ മുഖ്യമന്ത്രിയും മാത്രമല്ലല്ലോ. മണ്ണിൽ മുളച്ച സൂര്യൻ, കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകൻ, കാരണഭൂതൻ, ഇരട്ട ചങ്കൻ തുടങ്ങിയ വിശേഷണങ്ങൾ അടിമകളോട് ചോദിച്ചു വാങ്ങിയ ഗതികെട്ട ഒരു മുൻ മുഖ്യമന്ത്രിയും നമുക്ക് സ്വന്തമായിട്ടുണ്ടിക്ക. എവിടെ തൊട്ടാലും അവിടം നശിപ്പിക്കുന്ന, എവിടെ ചെന്നാലും അവിടം തുലയ്ക്കുന്ന മാൻഡ്രേക്ക് എഫക്റ്റോട് കൂടിയ ഒരു അഡാറ് മുൻ മുഖ്യമന്ത്രി. അതും കൂടി ഈ അവസരത്തിൽ പറയാമായിരുന്നു. വിലക്കയറ്റത്തെയും അതിദാരിദ്ര്യത്തെയും ഒക്കെ നാക്കുകൊണ്ടില്ലാതാക്കിയ വിരുദൻ, നോക്കി പ്രസംഗിക്കേണ്ട കടലാസ് കാറ്റിൽ പറന്ന ദേഷ്യം തീർക്കാൻ മൈക്കിന്റെ പെടലി പിടിച്ചൊടിച്ച വിദ്വാൻ, നാട്ടുകാരുടെ മുഴുവൻ പേരുടെയും കണ്ണിൽ ഒന്നിച്ചു പൊടിയിടാൻ നവകൊള്ള ബസ് ഇറക്കി അതിൽ ലിഫ്റ്റും കക്കൂസും വെച്ച് ഖജനാവ് വെളുപ്പിച്ച തന്ത്രശാലി. അങ്ങനെ പറഞ്ഞാ തീരുല്ല പുള്ളേ വിസ്മയങ്ങള്. പഴയ മുഖ്യമന്ത്രി ചിരി കുറവാണ്, എന്നാൽ ഇപ്പത്തെ മുഖ്യമന്ത്രി ഉറങ്ങുമ്പോഴും ചിരി. ആഹാ, അപ്പൊ മുഖ്യമന്ത്രി ഉറങ്ങുന്നതും നിരീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ പ്രത്യേകിച്ച് വേറെ പണികളൊന്നും ഇല്ലല്ലോ. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു CCTV ക്യാമറയായി സ്വയം അങ്ങ് പ്രഖ്യാപിച്ചുകൂടെ റിയാസിക്ക? ഇനി വിലക്കയറ്റുണ്ടായാലെന്താ പ്രശ്നം? ചിരിക്കുന്ന മുഖ്യമന്ത്രിയില്ലേ? ചിരിക്കാതിരുന്നാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ വിലക്കയറ്റം പിടിച്ചു നിർത്തിയത്. ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ മുൻ മുഖ്യമന്ത്രി പരിഹരിച്ചിരുന്നത് ചിരിക്കാതെ ഇരുന്നുകൊണ്ടാണ്. വി.ഡി. സതീശൻ ചിരി നിർത്തിയാൽ അപ്പോൾ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. അങ്ങനെയല്ലേക്കാ? ഒരു കണക്കിന് റിയാസിക്കയുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ അതൊരു ഗതികെട്ട അവസ്ഥ തന്നെ കേട്ടോ. മന്ത്രിയായിരുന്നപ്പോൾ എന്തുമാത്രം. എന്തായാലും ശീതൾ ചുട്ട മറുപടി തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ റിയാസിക്ക് ആദ്യം പറഞ്ഞ പോലെ മെറ്റ പലതും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ പലതും കാണുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 10 വർഷം ഇതുപോലെ പലതും മെറ്റ അങ്ങനെ കാണാതെ വിട്ടിട്ടുണ്ട്. അതും കൂടെ ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു, എന്തൊക്കെ മെറ്റ ഇങ്ങനെ കാണാതെ വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും ഒരു കുഴപ്പമില്ലല്ലേ. അപ്പോൾ എന്തായാലും കൊള്ളാം. എന്തായാലും റിയാസിക്കാക്ക് നല്ല അസൂയുണ്ട്, അസൂയ മൂത്ത് പ്രാന്തായി നടക്കുവാണ്. അപ്പോൾ എന്തായാലും ഇവരൊക്കെ ഇതിലൂടെ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം,
എന്തായാലും ഇവരെല്ലാവരും മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ വാർത്താ സമ്മേളനം കാണുന്നുണ്ട്. ഒരു സെക്കൻഡ് പോലും വിടാതെ കാണുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എന്താല്ലേ? അപ്പോൾ എന്തായാലും നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.